ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്നുമല്ല, നൈക്കിയിൽ ഇപ്പോൾ പിങ്ക് സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നിലയ്ക്ക് ആയിട്ടാണ് ഒക്കെ വന്നത്. സോ ഇനി എന്തായാലും നിങ്ങൾക്ക് ആ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ മുമ്പിലാണ് ഞാനും അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന്. എനിവേ സ്റ്റേ ട്യൂൺ. 3 ബോക്സസിലായിട്ടാണ് നമുക്കിന്ന് പ്രൊഡക്ട്സ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 2 കുറച്ച് വലിയ ബോക്സ് ഉണ്ട്, പിന്നെ ഒരു കുട്ടി ബോക്സ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് ഈ കുട്ടി ബോക്സ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നോക്കാം. നല്ല നൈസ് പാക്കേജിങ്ങിലായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. എനിക്കൊരു 3 to 4 days കൊണ്ട് തന്നെ ഡെലിവർ ആയിട്ടുണ്ട് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നല്ല പാക്കേജിങ് ഒക്കെയാണ്, സേഫ് ആയിട്ടുള്ള പാക്കേജിങ് ആണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്ത് പ്രൊഡക്റ്റ് ആണുള്ളത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പ്രോഡക്റ്റ് ഫേസസ് കാനഡയുടെ അൾട്ടിംഗ് പ്രോ ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ലിപ് ഷെയ്ഡ് വരുന്നത് ടീ റോസ് 14 ആണ്. സോ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കണം എന്നുള്ളവർക്ക് വാങ്ങിച്ചു നോക്കാം. ഇതിൽ അതുപോലെ തന്നെ ഇൻറ്റൻസ് മാറ്റ് ലിപ്സ് പ്ലസ് പ്രൈമർ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ആക്ച്വലി പിങ്ക് സെയിൽ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഓഫറിലാണ് കിട്ടിയത്. പിങ്ക് സെയിൽ തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് നോക്കാം. ഒരു 28th ജൂലൈ വരെയാണ് പിങ്ക് സെയിൽ ഉള്ളത്. അപ്പം എനിക്കറിയില്ല ഞാൻ എന്നായിരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എനിവേ 28th ജൂലൈയിൽ നമ്മുടെ പിങ്ക് സെയിൽ തീരുന്നതാണ്. പിന്നെ ഈ നൈക്കൽ ഓഫേഴ്സ് ഒക്കെ വരും, നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിൻ്റെ ക്വാണ്ടിറ്റി 1.4 gram ആണ്. പിന്നെ എന്താ പറയുക, ഫേസസ് കാനഡയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അധികം റിവ്യൂ പറയേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ MRP വരുന്നത് 849 ആണ്. പക്ഷേ എനിക്ക് ഓഫറിൽ 619 ആണ് കിട്ടിയത്. ഓഫർ പ്രൈസിലാണ് കിട്ടിയത്. 619 rupees എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. ആൻഡ് ഫേസസ് കാനഡയുടെ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്രൊഡക്റ്റും കിട്ടി. അതും ഫേസസ് കാനഡയുടെ തന്നെ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. ലോങ് വെയർ ഐ പെൻസിലാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ടീൽ 12 ആണ്. ടീൽ തന്നെയല്ലേ പറയാ. ഫേസസ് കാനഡ അൾട്ടിംഗ് പ്രോ ലോങ് വെയർ ഐ പെൻസിൽ സ്മഡ്ജ് പ്രൂഫ് പ്ലസ് വാട്ടർ പ്രൂഫ് ഇൻറ്റൻസ് കളർ ടീൽ 12. ഓക്കെ, ദെൻ ഇതിൻ്റെ കണ്ടന്റ് വരുന്നതും 1.2 gram ആണ്. 2 year വാലിഡിറ്റി ഒക്കെ ഉണ്ട്. എക്സ്പയറി ഡേറ്റ് 2 years ആണ്. ആൻഡ് എന്താ പറയുക, ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിച്ചതാണ്. സ്മഡ്ജ് പ്രൂഫാന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. നോക്കാം, യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ റിവ്യൂസ് പറയുന്നതായിരിക്കും. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. ഫേസ് കാനഡയുടെ തന്നെ ഫ്രീ പ്രൊഡക്റ്റ് ആയിരുന്നു. ഇതിൻ്റെ MRP വരുന്നത് 499 ആണ്. നിയർലി 500 ആണ് MRP വരുന്നത്. അപ്പം എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയ പ്രൊഡക്റ്റാണ്. എനിക്ക് ഇതുപോലെ കുറേ ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ഫേസസ് കാനഡയിൽ കിട്ടിയതാണ്. 2000 സംതിങ് 1000-2000 മേളിലേക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നൈക്കിയുടെയും ഫ്രീ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. സോറി, ഇടയ്ക്കിടയ്ക്ക് ടങ് സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടി ബോക്സിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വലിയ ബോക്സിൽ നോക്കാം എന്താണെന്ന്. ഇതും നല്ല പാക്കേജിങ് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളത്. കാരണം മെൻഷൻ ചെയ്തിട്ടില്ല ഇതിൻ്റെ പ്രൊഡക്റ്റ് നെയിം. ID ആണ്, ഓർഡർ ID ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർഡർ ID അധികം ഏതാണെന്ന് ഓർമ്മയില്ല. നമുക്ക് നോക്കാം ഇതിൽ എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. നൈഫ് കട്ടർ ഒന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ അല്ലേ, അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ഈ കത്തിയൊക്കെ വെച്ചാണ് മുറിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇതിലും നല്ല പാക്കേജിങ് ഒക്കെ തന്നെയാണ്. ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് ആണോ വന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
നല്ല പാക്കേജിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത്, സേഫ് ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഗൈസ് ഇതെന്താണ് നോക്കൂ. യെസ് യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവൂ. ഇത് മെയ്ബിലിൻ്റെ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടില്ല. മെയ്ബിലിൻ്റെ അൾട്ടിമേറ്റ് ഷെയ്ഡാണ്. മോർ ടോപ്പും മോർ ബഫും ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. മെയ്ബിലിൻ ന്യൂയോർക്ക് സെൻസേഷണൽ അൾട്ടിമേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എന്താണ്, 2 ഷെയ്ഡ്സ് ആണ്. എനിക്കിത് ബൈ 1 get 1 ഓഫറിൽ കിട്ടിയതാണ്. ഇതിൻ്റെ MRP വരുന്നത് അറൗണ്ട്, ഒരു പ്രൊഡക്റ്റിന് MRP വരുന്നത് 599 ആണ്. അതുപോലെ ഇതിൻ്റെ MRP 599 തന്നെയാണ്. പക്ഷെ എനിക്ക് 2 പ്രൊഡക്റ്റും ബൈ 1 get 1 ആയതുകൊണ്ട് തന്നെ 2 പ്രൊഡക്റ്റിനും കൂടെ 599 റുപ്പീസേ ആയിട്ടുള്ളൂ. സോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാം. ഈ 2 ഷെയ്ഡ്സും ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് എന്താണ് കണ്ട് ആഗ്രഹം തോന്നി. അങ്ങനെ കുറച്ച് നാളിങ്ങനെ വിഷ് ലിസ്റ്റിലും പല പ്ലാറ്റ്ഫോമിലെയും വിഷ് ലിസ്റ്റിലൊക്കെ അങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു ഈ 2 ഷെയ്ഡ്. എനിക്കിത് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു, വാങ്ങണോ വേണ്ടിയോ ചേരുവോ. 2 കൽപ്പിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അൾട്ടിമേറ്റ് ബൈ കളർ സെൻസേഷണൽ മാറ്റ് ലിപ്സ്റ്റിക് 12H വിയർ, അതായത് 12 മണിക്കൂർ വരെ ലോങ് സ്റ്റേ ആണെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. ഇത് മാറ്റ് ഫിനിഷ് തന്നെയാണ്. ഒരു ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്, ഒരു ലൈക്ക് അങ്ങനെയാണ്. ഇതിൻ്റെ ഷെയ്ഡ്സ് മോർ ടോപ്പും മോർ ബഫും ആണ്. അപ്പോൾ ഈ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ, നല്ലതായിരുന്നോ, എങ്ങനെയായിരുന്നോ എന്നൊക്കെ ഉള്ളത്. അപ്പം നോർമലി നമ്മളിത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അറൗണ്ട് 1000 റുപ്പീസ് ആവും 2 പ്രൊഡക്റ്റിനും കൂടെ. എനിക്കിതിന് 599 ആയുള്ളൂ, ഓഫറിലായതുകൊണ്ട് തന്നെ. ഗൈസ് വല്ലാത്ത സൗണ്ട് കേൾക്കുന്നുണ്ട്. ആംബുലൻസും പിന്നെ ഇവിടെ അടുത്ത് ഇലക്ട്രിക് വർക്കും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നതിൻ്റെ വോയിസ് എത്രത്തോളം കേൾക്കേണ്ടത് എനിക്ക് തന്നെ അറിയില്ല. നല്ല അലമ്പ പിടിച്ച സൗണ്ടാണ്. നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റൂ എന്നുള്ളത് കൊണ്ട് എടുത്തു പോണതാണ്. നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക. എനിക്കറിയാം കുറേ ആയിട്ട് ഞാൻ നിങ്ങളോട് എന്താണ് ഒന്ന് ക്ഷമിക്കാന്ന് ഇങ്ങനെ പറയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിവർത്തിയിടോട്ടാണ്. അപ്പം തുടങ്ങി എല്ലാവരും അതാണ്, സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അറ്റ് എ ടൈമിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതാണ് നല്ല വെയിറ്റ് ഉള്ളൊരു ബോക്സാണ്. എനിക്കറിയാം ഈ ബോക്സിൽ എന്താന്നുള്ളത്. ഞാൻ ഇതുവരെ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ച് പൊട്ടിച്ച് നോക്കാമെന്ന് കരുതി. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഉദ്ദേശിച്ച് വാങ്ങിച്ചതുമായ പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണോ വന്നിട്ടുള്ളതെന്ന്. ഇനി നോക്കാം. നമുക്ക് അടിപൊളി പാക്കേജിങ് തന്നെയാണ്, നമുക്ക് നോക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. കൊണ്ടുള്ള കളിയാണ്. അയ്യോ, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ ഗൈസ്. വല്ലാത്ത പാക്കേജിങ് ആണല്ലോ. ഞാൻ ഒരിക്കലും ഉപയോഗിക്കുന്നത് എഴുതി അവര് പാക്ക് ചെയ്തതാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെയാണോ അൺബോക്സ് ചെയ്യുന്നത്? ഓക്കെ, നോക്കാം. ഇത് ബിൽസ് ഒക്കെയാണ് ഇതിന്റെ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ആണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് മീൻസ് ഈ ബോക്സിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ആണ്. ബാരിയർ റിപ്പയർ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ്, 5 ceramides ആൻഡ് ജാപ്പനീസ് റൈസ് വാട്ടർ. pH 5.5 ആണ്.
പിന്നെ എന്തൊക്കെയാ, ഡെർമ ടെസ്റ്റഡ് ആണ് ഇത്, സ്പെഷ്യലി ഫോർ ഡ്രൈ, സെൻസിറ്റീവ് സ്കിൻ ആൻഡ് നോർമൽ സ്കിൻ. ഈ 3 ടൈപ്പ് സ്കിന്നുകാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. വേറെ സ്കിൻ ടൈപ്സ് ഉള്ളവർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. ഓക്കെ, വേറെ സ്കിൻ ടൈപ്പ് ഉള്ളവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം അലർജിക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വേറെ അലർജീസ് ഉള്ളവരൊക്കെ ആണെങ്കിലും എന്താണ് യൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ നോർമൽ ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ആൾക്കാർ തന്നെ ആണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ്ലി ആദ്യം ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ പുതിയതായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് സെൻസേഷൻസ് ഒന്നുമില്ല, അലർജിക്കൊന്നും എല്ലാം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാനപ്പോൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് വാങ്ങണം എന്ന് കുറച്ച് നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ പലപ്പോഴും റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വിഷ് ലിസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു, എപ്പോൾ കുറയും എന്നിങ്ങനെ നോക്കിയിട്ട്. അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 100 ml ആണ്. എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 249 റുപ്പീസാണ്. എനിക്കൊരു 20 to 25% ഓഫറിലാണ് നൈക്കിയിൽ കിട്ടിയത്. എനിക്ക് 199 റുപ്പീസിലാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ട്രൈ ചെയ്യണം തോന്നിയോണ്ടാണ് ഞാൻ മേടിച്ചത്. അപ്പം ഞാനിപ്പം എല്ലാവരോടും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണമെന്നോ ഒന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് വാങ്ങിച്ച പ്രൊഡക്ട്സ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. അടുത്തതൊരു സൺസ്ക്രീൻ സ്റ്റിക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എർത്ത് റിതം കമ്പനിയുടെ ആണ്. അക്വാസർജ് ആണ് ടൈപ്പ് വരുന്നത്, ഓർ ഫ്ലേവർ. അക്വാസർജ് ക്ലിയർ സൺസ്റ്റിക്ക്, SPF 60 ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. ഇപ്പോഴും പലർക്കും SPF എന്താണെന്ന് അറിയില്ല. പലരും വിചാരിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണെന്നാണ്. ഒരിക്കലും അല്ല, അത് നിങ്ങളുടെ ഒരു മിസ്കോൺസെപ്റ്റ് ആണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ CTMS റുട്ടീൻ. CTMS റുട്ടീൻ എന്താണെന്നറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതിലൊരു പാർട്ടാണ്. അത് നമ്മുടെ ബേസിക് സ്കിൻ റുട്ടീനിൽ വരുന്ന ഒരു കാര്യമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം സൺസ്ക്രീൻ ഇടാണ്ട് ഒരിക്കലും പുറത്തേക്ക് പോകാൻ പാടില്ല. പുറത്തേക്കാണെങ്കിലും അകത്ത് നിൽക്കുമ്പോഴാണെങ്കിലും, അതായത് നമ്മുടെ വീട്ടിനുള്ളിലാണെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഹൈലി റെക്കമെൻഡഡ് ആണ്. പുറത്ത് പോകുമ്പോൾ കടന്ന് വെച്ചാൽ നല്ല സമ്മറുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിൽ പോലും UV റേസ് വരും. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് നമ്മുടെ ഒരു ഫേസ്, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണമെങ്കിൽ സൺസ്ക്രീൻ വെരി മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ഈ സൺസ്ക്രീൻ സ്റ്റിക്ക് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, യൂസ് ചെയ്യണമല്ല, വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സൺസ്ക്രീൻ നോർമൽ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ സൺസ്ക്രീൻ ലോഷനാണ്. അപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് മോർണിംഗ് യൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് പോയോ എന്നൊക്കെയുള്ള ഒരു ഇത് തോന്നും, ഒരു ഡൗട്ട് തോന്നും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊന്ന് റീഅപ്ലൈ ചെയ്ത് നോക്കാം. മാത്രമല്ല ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് നമ്മുടെ ബാഗിൽ, നമ്മുടെ സാഷൽസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു വലിപ്പമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് SPF 60 ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റ്, അതായത് വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ SPF 60, PA++++, UVA+UVB, പിന്നെ എൻറിച്ച്ഡ് വിത്ത് സെറമൈഡ്സ് ആൻഡ് ഹൈലൂറോണിക് ആസിഡ്. എനിക്കിത് എപ്പോൾ പറയുമ്പോഴും ടങ് സ്ലിപ്പായി പോകുന്നൊരു കാര്യമാണ്. എനിക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഞാനിതെപ്പോൾ പറഞ്ഞാലും എൻ്റെ വായിൽ നിൽക്കില്ല, നാക്ക് പിടിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 20 ഗ്രാമാണ്. പിന്നെ സൺസ്ക്രീൻ സ്റ്റിക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം മെജോറിറ്റി എല്ലാവർക്കും അറിയണത് തന്നെ. ആൻഡ് ഇതിൻ്റെ MRP വരുന്നത് 549 ആണ്. പക്ഷേ എനിക്കിത് നൈക്കയിൽ ഓഫർ സെയിൽ നടന്ന സമയത്ത്, പിങ്ക് ഹോട്ട് സെയിൽ നടന്ന സമയത്താണ് എനിക്ക് 50% ഓഫറിൽ കിട്ടിയ പ്രൊഡക്റ്റാണ്. എനിക്കൊരു അറൗണ്ട് ഒരു എത്രയാണ്, അതിൻ്റെ ഒരു 245, 250 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്.
അപ്പം ഒരുപാട് സജഷൻസ് ഒക്കെ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് എർത്ത് ഋതത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ഇതുവരെ മേടിച്ചിട്ടില്ല. പിന്നെ പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ, അതാണ് എർത്ത് ഋതത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ പലരുടേത് നല്ല റിവ്യൂസാണ് കേട്ടിട്ടുള്ളത്. ഈ അക്വാസേർച്ച് ഫ്ലേവർ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഫ്ലേവറാണ് എർത്ത് ഋതത്തിൻ്റെ. അങ്ങനെയാണ് ഞാനും പർച്ചേസ് ചെയ്യാന്ന് കരുതിയത്. പിന്നെ നോർമലി എർത്ത് ഋതം പ്രൊഡക്ട്സ് ഒക്കെ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ്. അതായത് അഫോർഡബിൾ ആണ്, ബട്ട് അഫോർഡബിൾ റേറ്റ് തന്നെ കുറച്ച് പൊട്ടിക്ക് കൂടുതലാണ്. അപ്പം ഞാൻ കരുതി ഓഫർ വരുമ്പോൾ മേടിക്കാം. പിന്നെ എനിക്ക് സൺസ്ക്രീൻ സ്റ്റിക്ക് ഇതുവരെ ഇല്ല, അപ്പം ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് കരുതി. സോ എന്തായാലും ഞാൻ ഇതും യൂസ് ചെയ്തിട്ട് പറയണതായിരിക്കും. ആൻഡ് ഇത് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ്. അതും എർത്ത് ഋതത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ബോഡി ലോഷനാണ്. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് റോസ് ആൻഡ് കോക്കനട്ട് വാട്ടറാണ്. റോസ് ആൻഡ് കോക്കനട്ട് വാട്ടർ ബട്ടർ ലോഷൻ, ഡീപ് നറിഷിംഗ് ഫോർ ഫേസ് ആൻഡ് ബോഡി. നോർമലി ഉള്ള പല ബോഡി ലോഷൻസിലും ചിലത് ബോഡിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും. അതായത് നിങ്ങൾ ബോഡി ലോഷൻ പർച്ചേസ് ചെയ്യണ സമയത്ത് നിങ്ങൾ അതിൻ്റെ എവിടെയെങ്കിലും ഒന്നുകിൽ അതിൻ്റെ പാക്കേജിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടിലോ എവിടെയെങ്കിലും, അതായത് ഡൗൺ സൈഡായിട്ടോ അല്ലെങ്കിൽ മുകളിൽ ക്യാപ്പിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. മെജോറിറ്റി അത്യാവശ്യം നല്ല ബ്രാൻഡ്സിലൊക്കെ ഉണ്ടാവും. ഓൺലി ഫോർ ബോഡിയാണോ രണ്ടും ഫോർ ഫേസ് ആൻഡ് ബോഡിയാണോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇത് ഫോർ ഫേസ് ആൻഡ് ബോഡിയാണ്. പിന്നെ എന്താണ്, അവരുടെ കുറേ ധൃതമായതുകൊണ്ട് തന്നെ കുറേ അധികം ക്വാളിറ്റീസ് ഒക്കെ അവകാശപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. സസ്റ്റൈനബിലിറ്റി, ഇൻക്ലൂസിവിറ്റി ആൻഡ് എഫിക്കസി, ഇതൊക്കെയാണ് ധൃതം പ്രൊഡക്ട്സ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം ഞാൻ ധൃതം ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിവേ ഇത് ഡ്രൈ സ്കിൻകാർക്ക്, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ബോഡി ഉള്ളവർക്ക് ഇത് നല്ല ഒരു ചോയ്സാണ് ധൃതം. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി. പിന്നെ ഈ പ്രൊഡക്റ്റിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് അക്വാ ഗ്ലിസറിൻ, സെട്രിയൽ ആൽക്കഹോൾ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിലൊരു അറൗണ്ട് ഒരു 40 to 50+ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും വായിച്ചു പോവാത്തത്. ഇതിൻ്റെ MRP വരുന്നത് 500 റുപ്പീസാണ്. പക്ഷേ എനിക്ക് സെയിലാണ് എനിക്ക് കിട്ടിയത്. അറൗണ്ട് ഒരു 250 റുപ്പീസിനാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. 50% ഓഫറിലായിരുന്നു. അപ്പം ഇനിയും പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കാം, വാങ്ങിക്കാം. ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ച പ്രൊഡക്ട്സ് നിങ്ങളുടെ മുമ്പിലൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ പറയാൻ വേണ്ടി ഉള്ളതല്ല. പിന്നെ ഈ പ്രോഡക്ട്സ് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിലൊന്നും എല്ലാം ഞാൻ പുതിയതായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതി ഞാൻ ആഗ്രഹിച്ചിരുന്ന കമ്പനികളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഫേസസ് കാനഡയുടെ കോമ്പാക്ട് പൗഡറൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എർത്ത് ഋതം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഡോട്ട് ആൻഡ് കീ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന 2-3 പ്രൊഡക്ട്സാണ്, 2-3 കമ്പനികളാണ് ഉള്ളത്. അപ്പം എനിവേ ഞാൻ ഒന്നും കൂടി വാങ്ങിച്ച എല്ലാ പ്രൊഡക്ട്സും ഒന്ന് കാണിക്കാം. പല പ്രൊഡക്ട്സ് ആയിട്ടാണല്ലോ നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. കയ്യിൽ നിൽക്കുന്നില്ല. ഇത്രയും പ്രൊഡക്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ പ്രൊഡക്റ്റിനും കൂടെ എനിക്ക് അറൗണ്ട് ആയിട്ടുള്ളത് ഒരു 2000 സംതിങ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ ഇതാണോ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന്. പക്ഷെ ഇത്രയും പ്രോഡക്ട്സ് കിട്ടി എന്നുള്ളത് തന്നെയാണ്. നോർമലി ഇപ്പൊ ഈ ഒരു ബോഡി ലോഷന് 500 റുപ്പീസാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതെനിക്ക് 250ക്കാണ് കിട്ടിയത്. അപ്പൊ അതൊരു നല്ല ലാഭം തന്നെയാണ്. അതുപോലെ തന്നെ ഡോട്ട് ആൻഡ് കീ അതൊരു 25% ഓഫറേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് പുറമേ പോയി മേടിക്കേണ്ട 250 ഒക്കെ കൊടുക്കണം. ഇതാകുമ്പം അത്രയും കൊടുക്കണ്ട. പിന്നെ ഇതും നല്ല ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. എല്ലാം കൂടെ എനിക്കൊരു 1800 to 1000 റേഞ്ച്, ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് പ്രൊഡക്ട്സ്. ഇത്രയും പ്രൊഡക്ട്സിനും കൂടെ കൂട്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 2 ബോഡി ലോഷനും കൂടെ ഉണ്ട്. അത് പിന്നെ ഞാൻ എൻ്റെ നാട്ടിലത്തേക്ക് വേണ്ടി മേടിച്ചതാണ്. അപ്പം ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയും കൂടെ
MRP കൂട്ടിയിട്ടാണ്, MRP അല്ല, ഓഫർ പ്രൈസ് കൂട്ടിയിട്ടാണ് എനിക്ക് ഇത്രയും ആയത്. അത് എനിക്ക് ഇപ്പം എൻ്റെ കയ്യിൽ വിടില്ല, ഞാനിവിടെ എറണാകുളത്താണല്ലോ സ്റ്റേ ചെയ്യണത്. അപ്പം നാട്ടിലത്തേക്കാണ് അത് ഡെലിവർ ആവുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് ഇത്രയും എമൗണ്ട് ആയിട്ടുള്ളത്. അത് ബയോട്ടിക്കിൻ്റെ ബോഡി വാഷ് ആണ്, ഡ്യുവോ ആയിട്ട് കിട്ടിയതാണ്. അറൗണ്ട് എനിക്ക് തോന്നുന്നു അതിന് ഒരു ബോട്ടിലിന് 200 ml ആണ്. അപ്പോൾ 200 + 200 400 ml ആണ് ക്വാണ്ടിറ്റി വരുന്നത്. അതിൻ്റെ ഹാഫ് പ്രൈസ് കൊടുത്താൽ മതി. ലൈക്ക് 220 റുപ്പീസിന് രണ്ട് ബോഡി വാഷ് കിട്ടും. അപ്പം അത് ഞാൻ വീട്ടിലത്തേക്ക് വേണ്ടി മേടിച്ചതാണ്. അതുകൊണ്ട് അത് നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെയും കൂടെ വന്നിട്ടാണ് എനിക്ക് ഇത്രയും എമൗണ്ട് ആയിട്ടുള്ളത്. അപ്പം ഇത്രയും വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു നോക്കാം. വേറെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റാത്തവരും ഈ 2 പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് മനസ്സ് പറയണത്. എനിവേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും റിവ്യൂ അടുത്തൊരു വീഡിയോയിൽ പറയണതായിരിക്കും. ഇന്ന് ഫുൾ നാക്കുളുക്കുവാണല്ലോ, എന്താണെന്ന് അറിയാൻ പാടില്ല. ഇത്രയും പ്രൊഡക്ട്സ് ഒരുമിച്ച് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ ഈ ഔട്ട്ഫിറ്റ്സ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെ ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചതാണ്. അറൗണ്ട് ഒരു 599 റുപ്പീസാണ് ആയിട്ടുള്ളത്. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വൈകാതെ അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും. അപ്പോൾ എനിവേ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. എന്തെങ്കിലും വീഡിയോ സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്സ് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡു കമൻറ്റ്. അല്ല എന്തെങ്കിലും ഫർദർ ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഓർ ക്വറീസ് എന്തെങ്കിലും ഉള്ളവർക്ക് ഇൻസ്റ്റയിൽ DM ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ആൻഡ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. പിന്നെ എന്തെങ്കിലും പറയാൻ മറന്നോ? ഒന്നും പറയാൻ മറന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നൈക്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രൊഡക്റ്റ് മേടിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടാണ് എങ്ങനെ നൈക്കിയെ കുറിച്ച് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഞങ്ങളിങ്ങനെ സ്ഥിരം അടിയെന്നല്ല, ലൈക്ക് അവളെ സ്ഥിരം നൈക്കിയിൽ വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, നൈക്കിയിൽ വാങ്ങിച്ച സമയത്ത് ഡെലിവർ ആവോ, നല്ല റേറ്റ് അല്ലേ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം ഇതാക്കാറാണ് പതിവ്. പക്ഷേ എനിവേ ഞാൻ ഇത്തവണ നൈക്കിയിൽ മേടിച്ചു. സെയിൽ കാണുന്ന സമയത്ത് വാങ്ങിക്കാൻ തോന്നി വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടമായി. എല്ലാം നല്ല അടിപൊളി പാക്കേജിങ് തന്നെയാണ്, നല്ല വൃത്തിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് വേറെ പല, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വേറെ പല ബ്രാൻഡിൽ നിന്നും ഓൺലൈനിൽ ഞാൻ മേടിച്ചിട്ട് എനിക്ക് നല്ല പൊടി പിടിച്ച പോലെയൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അത് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവർ അത് കമൻറ്റ് ഇട്ടോ, അല്ലെങ്കിൽ വേണ്ട. അപ്പം എനിവേ ഈ ഷെയ്ഡ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയ കണ്ടന്റ്സ് ആയിട്ട് ഇനിയും വരുന്നതാണ്. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ആൻഡ് ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.